കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ഉപമയെ 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഈ മകൻ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ മകൻ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ചാണ്. നമുക്കതിനായിട്ട് ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16 മുതൽ നമ്മൾ വായിക്കുന്നു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത് തൻ്റെ ആ സമ്പത്ത് മുഴുവനും അവൻ തുലച്ച് കളഞ്ഞിട്ട് ഭക്ഷിപ്പാൻ ആഹാരം പോലും ലഭിക്കാതെ അവൻ ആ ദേശത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനെ പോയി ആശ്രയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പന്നികളെ മേയ്ക്കുവാനുള്ള ജോലി താൻ ഏറ്റെടുത്തു. പക്ഷേ അപ്പോഴും അവന് ആഹാരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ പന്നി ഭക്ഷിക്കുന്ന വാളവര ഭക്ഷിപ്പാൻ നിർബന്ധിതനായി തീരുകയാണ്. പക്ഷേ ആ വാളവര അവൻ ആഗ്രഹിച്ചെങ്കിലും അത് അവർ കൊടുത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് 17-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ എന്നെ വളരെയധികം സ്പർശിച്ച കാര്യം അപ്പോൾ സുബോധം വന്നിട്ട് എന്ന വാക്യമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത്. ഹി കെയിം ടു ഹിംസെൽഫ്, അവൻ അവനിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? മുമ്പ് അവൻ അവനിൽ തന്നെ ആയിരുന്നില്ല, അവൻ മറ്റൊരു ആളായിരുന്നു. അതായത് പിശാച് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ അവൻ്റെ ആ സുബോധം അങ്ങ് നഷ്ടപ്പെടുത്തുകയാണ്. അവൻ മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, അവർക്ക് അവരിൽ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. അവരെ മറ്റേതോ എക്സ്റ്റേണൽ ഫോഴ്സ് നയിക്കുന്നത് പോലെ അവർ മറ്റൊരാളാൽ നയിക്കപ്പെടുന്ന അനുഭവമുണ്ട്. ഇതേ ഒരു അനുഭവമാണ് ഈ മകനുമുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ അവൻ്റെ ഭവനത്തിൽ വെച്ച് അപ്പനോട്, അപ്പാ, എനിക്ക് വരേണ്ടുന്നതായ ആ സ്വത്ത് തരണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ ദൂരദേശത്തേക്ക് ഭവനം വിട്ട് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ പന്നികളെ മേച്ചതും വാളവര ഭക്ഷിച്ചതും. ഒരു യഹൂദ പശ്ചാത്തലമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യഹൂദന് വളരെ നിഷിദ്ധമായിരിക്കുന്ന ഒരു മൃഗമാണ് പന്നി. അവയെ മേയ്ക്കുവാൻ അവൻ നിർബന്ധിതനായി തീരുകയാണ്. അതിനർത്ഥം ദൈവത്തെ നാം വിട്ടുപോകുമ്പോൾ, നാം നമ്മിൽ നിന്ന് തന്നെ അകന്നു പോകുമ്പോൾ നാം ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഏർപ്പെടുവാനിടയായിത്തീരും. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഈ സ്വഭാവം ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ മറ്റൊരാളാൽ നയിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ നയിക്കേണ്ടത് ദൈവമാണ്. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളിലുള്ള ആ സ്വയത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളെ നയിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാൽ നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ ഈ മകന് സംഭവിച്ചതുപോലെ സംഭവിപ്പാനിടയായിത്തീരും. അപ്പോൾ അവൻ സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഇവിടെ കൂലിക്കാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അന്നത്തെ കാലത്ത് 2 രീതിയിലുള്ള സേവകന്മാർ ഒരു ഭവനത്തിലുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് സ്ലേവ്, ഭവനത്തിലെ ഒരു അംഗം പോലെ നിൽക്കുന്നതായ ഒരു അടിമ, ഒരു ദാസൻ. അവരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടുകാർക്ക് ആ വീട്ടിൽ ഒരംഗം പോലെ. പക്ഷേ അതേസമയം തന്നെ കൂലിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഹയേർഡ് സെർവൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് അതാത് ദിവസമുള്ള കൂലികൾ കൊടുക്കുകയും എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടാവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ മകൻ എന്താ പറയുന്നത്? എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. നോക്കിക്കേ, തന്നിൽ തന്നെ സുബോധം വന്നപ്പോൾ താൻ നശിച്ചു പോകുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവൻ കടന്നു വരികയാണ്. എന്നിട്ട് അവൻ തന്നെ തൻ്റെ അപ്പനോട് പറയാൻ പോകുന്നതായ കാര്യത്തെ അവൻ ഇവിടെ പ്രീ പ്ലാൻ ചെയ്യുക, തയ്യാറാക്കുക.
അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നോക്കിക്കേ, വന്ന മാറ്റം നോക്കിക്കേ. ഞാൻ അപ്പനോട് മാത്രമല്ല പാപം ചെയ്തത്, ഞാൻ സ്വർഗത്തോടും. ഇവിടെ സ്വർഗത്തോടും എന്ന് പറയുന്നത് ആദ്യം തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം എല്ലാറ്റിനുപരിയായി ഞാൻ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവം വെച്ച വ്യവസ്ഥയെ ഞാൻ മറികടന്നിരിക്കുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമേ, ഈ മുടിയൻ പുത്രൻ അവൻ്റെ ഫോക്കസ് എങ്ങോട്ടാണ്? അവൻ്റെ ഫോക്കസ് അപ്പനിലേക്കാണ്. അവൻ്റെ വീട്ടിലേക്കോ അവൻ്റെ സഹോദരനിലേക്കോ അവിടെയുള്ള ജോലിക്കാരിലേക്കോ അല്ല അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പനിലേക്കാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം നശിച്ച് താറുമാറായിരിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിലേക്കല്ല, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്കോ നിങ്ങളുടെ ബന്ധുക്കളിലേക്കല്ല, മറിച്ച് നിങ്ങളുടെ അപ്പനിലേക്ക്, അതായത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങളെ വിടുവിക്കുകയുള്ളൂ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, ഇനി ഞാൻ മകൻ എന്ന പേരിന് യോഗ്യനല്ല. അതിനർത്ഥം ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇനി മകനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ, അതും വീട്ടിലെ ഒരു ദാസനെ പോലെ അല്ല എന്നുള്ളതാണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത്. മറിച്ച് കൂലിക്കാരെ പോലെ എപ്പോൾ വേണമെങ്കിലും എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതായ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഈ മകൻ പറയുകയാണ്. 2 കാര്യങ്ങളാണ് അപ്പനോട് ഇവൻ ചോദിച്ചത് ഈ ഉപമയിലുടനീളം. ഒന്നാമത്, അവൻ ആവശ്യപ്പെടുന്നു, എനിക്ക് വരേണ്ടുന്നത് തരണം. രണ്ടാമതായിട്ട് അവൻ പറയുന്നു, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നുള്ള കാര്യം പറയുക. നോക്കിക്കേ, ഇതാണ് വ്യത്യാസം. അപ്പനോട് എനിക്ക് തരണമേ എന്ന് ചോദിച്ചത് അവൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ കൊണ്ടുവന്നപ്പോൾ, എന്നെ ആക്കി തീർക്കണമേ എന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ അത് അനുഗ്രഹം കൊണ്ടുവരിക. അതായത് ദൈവത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ടുവരുവാൻ തക്കോണം ഇടയായിത്തീരും. ഇന്ന് ഈ വചനത്തിനുപാകെ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരം ഫോക്കസ്ഡ് ആയിരിക്കണമെന്ന് ഈ വചനത്താൽ ഞങ്ങൾക്ക് ബോധ്യമായതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മറ്റൊരു വ്യക്തിത്വമായി തീരാതെ ഞങ്ങളിൽ തന്നെ ചിന്തിക്കുവാനും ഞങ്ങളുടെ പരാജയങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളെയും കണ്ട് ഉണരുവാനും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളെ ഇവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വചന പഠനത്തിന് സഹായകമായ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലും നിങ്ങൾക്ക് അംഗമായി തീരുവാൻ സാധിക്കും. അതിനായി നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കുവാൻ കഴിയും. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോർണിംഗ് ഡ്യൂവിൻ്റെ ഹിന്ദി പതിപ്പ് സുബഹ് കി ഓസ് എന്ന ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കാനിടയായി തീർന്നു. നിങ്ങളുടെ പരിചയത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ സന്ദേശം അയക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.